ഇപ്പം സിജോ ആണ് നായകൻ. പക്ഷെ ഞാൻ അറിഞ്ഞ വെച്ചാൽ ഇതിൽ നായകനാക്കാണ്ടിരുന്ന മമ്മൂട്ടിയായിരുന്നു. അതിന്റെ ഒരു സ്റ്റോറി എന്തായിരുന്നു? മമ്മൂട്ടി ഡേറ്റ് എന്നില്ല, എന്താണ് സംഭവം അത്? കഥ അതായത് മഹാത്മാഗാന്ധിയുടെ കഥ എഴുതിയപ്പം തന്നെ നമ്മുടെ അത് ഏത് ചരിത്ര സിനിമ എടുത്താലും അതിനകത്ത് മമ്മൂക്കയാണ് എടുത്തപ്പോൾ മാമാങ്കം എടുത്താലും ഏത് സിനിമ എടുത്താലും. പക്ഷെ ഞാനൊരു വലിയൊരു ആദ്യം തന്നെ പറഞ്ഞ വലിയൊരു മമ്മൂക്ക ഫാനാണ് ഞാൻ. അപ്പം നമ്മൾ ഈ ചരിത്ര ഈ കണ്ടന്റ് എടുത്തപ്പോൾ ഇത് മഹാത്മാഗാന്ധിയുടെ സിനിമ എടുത്ത് അതിൻ്റെ കഥയാക്കിയപ്പം തന്നെ എഴുതിയപ്പം തന്നെ മനസ്സിൽ വന്നത് മമ്മൂക്കയെ തന്നെയാണ്. അതിനുള്ള വഴികളല്ല, അത് മമ്മൂക്കയിലെത്തുക, ആദ്യമേ മമ്മൂക്കയിലെത്തുക, സ്ക്രിപ്റ്റ് ചെയ്യിപ്പിക്കുക, പല ഘട്ടങ്ങളുണ്ടല്ലോ. ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പ്രൊഡ്യൂസേഴ്സൊക്കെ പെട്ടെന്ന് വന്നതാണ്. അതായത് UK ഉള്ള പ്രൊഡ്യൂസേഴ്സാണ്. അപ്പം അവർക്ക് ഈ ഒരു ടൈം പീരീഡിൽ തന്നെ പടം ചെയ്യണമായിരുന്നു. അപ്പം നമുക്ക് ഡേറ്റ് 2028 2029 പിന്നെ കളരിക്ക് കൂടുതൽ പ്രാധാന്യമുള്ള സിനിമയാണ്. ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ പറഞ്ഞത് 5 കളരിയുടെ ഫൈറ്റുകളുണ്ട് ഇതിനകത്തിൽ. അപ്പം കളരിക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. പിന്നെ മഹാത്മാഗാന്ധിയുടെ ചരിത്ര നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് 30 വയസ്സ് തൊട്ട് 45 വയസ്സ് വരെയാണ്. അപ്പം ആ ഒരു കാലഘട്ടത്തിലെ കഥയാണ്. അപ്പം നമുക്ക് അതായത് ഇങ്ങനെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും അത് യോജിച്ചില്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ അവിടെ നിർത്തിയത്. ഇപ്പം നിറത്തിന്റെ പേരിൽ കുറച്ച് അവഗണന കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ ഒരു കമന്റ്സ് കണ്ടായിരുന്നു. അതായത് നിറം പോരാ, ജാതിയുടെ പേരിലും നിറത്തിന്റെ പേരിലും മൂവി എടുക്കുന്നതാണോ എന്നൊക്കെ പറഞ്ഞ് കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടായിരുന്നു. നേരത്തെയൊക്കെ കാണുമായിരുന്നു. ഇപ്പൊ നമ്മൾ ഫേസ്ബുക്ക് മാനേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നോക്കത്തില്ല. എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കമന്റ് ഉണ്ട്, ഞാൻ ഒന്ന് വായിക്കട്ടെ. ഓക്കെ. ഇവനാണോ അരുൺ രാജ് മമ്മൂട്ടിയെ വെച്ച് സിനിമയെ സംവിധാനം ചെയ്യാൻ പോകുന്നത്? ഈ കറുത്തിരിക്കുന്നവനാണോ? ആർക്കും മമ്മൂക്ക ഡേറ്റ് കൊടുക്കാറില്ല. ഇവന്മാരൊന്നും ഞങ്ങളെ അടിമകളാണ്, പോയി വല്ല കൂലിപ്പണിയും ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ്. അത് കണ്ടായിരുന്നോ? ഇത് ഒരു 2-3 വർഷം മുമ്പ് നടന്നതാണ്. അതായത് നമ്മൾ മമ്മൂക്കയുടെ ഫോട്ടോയുടെ താഴെ വന്നതാണ്. അതായത് മമ്മൂക്കയുടെ ഫോട്ടോ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് താഴെ വന്നൊരു കമന്റാണ്. അന്ന് സോഷ്യൽ മീഡിയകളിലും പല വാർത്തകളിലും അതൊക്കെ ഭയങ്കര വാർത്തയായിരുന്നു. ഈ കമന്റ് ഇട്ടവരോട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എന്താണ് പറയാനുള്ളത്? ഈ കമന്റ് ഇട്ടവരോട് എനിക്ക് അന്ന് ഇന്നൊന്നേ പറയാനുള്ളൂ. അവർക്ക് ജാതിയും മതം അവരുടെ ഇപ്പോഴും മനസ്സിലുണ്ട് എന്ന ചിന്തയാണ്. പിന്നെ എന്താ പറയാ, എനിക്ക് അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. ഇങ്ങനത്തെ തോട്ട് ഇപ്പോഴും ആൾക്കാരുണ്ട്. പുലിയൻ എന്ന് പറഞ്ഞാൽ കൂലിപ്പണി തന്നെ ചെയ്യണം, സിനിമ എടുക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരു മീനിങ് വന്നിട്ടാണ് ഈ കമന്റ് ഇട്ടിക്കുന്നത്. നീ വല്ല കൂലിപ്പണിക്കും പോ, നീ നമ്മളെ കാട്ടിയും താഴ്ന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി ഡേറ്റ് തരത്തില്ല, അല്ലെങ്കിൽ മമ്മൂട്ടി നിന്റെ കഥ കേൾക്കത്തില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, മമ്മൂക്ക അങ്ങനെ ഒരിക്കലും ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല. കാരണം മമ്മൂക്ക എല്ലാവരും ഈക്വൽ കാണുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ വലിയൊരു മമ്മൂക്ക ഫാനാണ്. ഞാൻ ആദ്യമായിട്ടല്ല മമ്മൂക്ക കാണുന്നത്, പല വേദികളിലും പല സ്ഥലങ്ങളിലും വെച്ച് കണ്ടിട്ടുണ്ട്, പലരുമായിട്ട് കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ ക്യാരക്ടർ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാം. കാരണം ജാതി മാറ്റി നിർത്തുന്ന ആളല്ല. കഴിവുണ്ടെങ്കിൽ, നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ പുള്ളി ആർക്കാണ് ഡേറ്റ് കൊടുക്കും. അപ്പൊ ഈ കമന്റ് ഒക്കെ വന്നതിന് ശേഷം മമ്മൂക്കയെ കണ്ടിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടിയെ കണ്ടിട്ട് കഥ പറഞ്ഞപ്പോ ഈ കഥ കേട്ടപ്പോൾ മമ്മൂട്ടി എന്താ പറഞ്ഞത്? കഥ നമ്മൾ പറയുന്നതിനേക്കാളും മുമ്പേ പുള്ളിക്കാരന് കഥ അറിയാവുന്നതാണ്. കാരണം ഈ ചരിത്ര പുരുഷന്റെ കഥ പുള്ളിക്കാരന് അറിയാം. നമ്മൾ കഥ പറയേണ്ട ആവശ്യമില്ല, വന്നില്ല കൂടുതലായിട്ടും. അപ്പം പുള്ളി ആ കഥ ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ ഡേറ്റിന്റെയും കുറച്ച് ഇതിന്റെ വിഷയങ്ങളൊക്കെ കൊണ്ടാണ്. ഒരു പക്ഷെ ഡേറ്റ് തരാത്തത് ഇപ്പോ അരുൺ ചേട്ടന്റെ ഇപ്പൊ നിറത്തിന്റെ പേരോ അല്ലെങ്കിൽ താഴ്ന്ന ജാതി ആയത് കൊണ്ടാണ് ഇപ്പൊ മമ്മൂട്ടി ആ മൂവിക്ക് ഡേറ്റ് തരാത്തത്? ഒരിക്കലും അല്ല, അതൊരിക്കലും അല്ല. അത് ഞാൻ ആദ്യമേ പറഞ്ഞ അത് തന്നെയാണ് അതിന്റെ ആൻസർ. അതായത് പുള്ളി ഒരിക്കലും ജാതിയും മതവും വേർതിരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഒരു വലിയ ഒരു മനുഷ്യനാണ് പുള്ളി, ഒരു മഹാനടനാണ് പുള്ളി, അതിലും നല്ലൊരു വ്യക്തിത്വമുള്ള വ്യക്തിയാണ്. അപ്പൊ ഒരിക്കലും അതിന്റെ പേരിലല്ല. ഇങ്ങനെ കമന്റ്സ് വന്നിട്ടുണ്ട്, എനിക്ക് തരത്തില്ല ഡേറ്റ്. അത് കമന്റ് ഇട്ട ആൾക്കാർക്കാണ്. അത് ഈ മമ്മൂക്ക എന്ന് പറഞ്ഞ വ്യക്തിക്ക് അങ്ങനെ ഒരു ഇല്ല. കാരണം നമ്മള് നേരിട്ട് കണ്ടിട്ടുണ്ട്, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. റിയൽ ലൈഫിൽ ഇപ്പൊ കമന്റ്സ് അല്ലാതെ നിറത്തിന്റെയും ജാതിയുടെയും പേര് പറഞ്ഞ് ഈ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ നമുക്ക് മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാവരും കൂടെ നിർത്തിയിട്ടേ ഉള്ളൂ. കാരണം ഇപ്പൊ ഈ കതിരവൻ എന്ന് പറയുന്നത് 75 കോടിയോളം രൂപ ബജറ്റ് വരുന്ന ഒരു 75 കോടിയോളം ബജറ്റ് വരുന്ന ഒരു പാൻ ഇന്ത്യൻ മൂവി ആയിട്ടാണ് നമ്മൾ 3-4 ലാംഗ്വേജിൽ ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പം തന്നെ ഉദ്ദേശിക്കില്ല, ആരും നമ്മളെ മാറ്റി നിർത്തുന്നില്ല, എല്ലാരും ചേർത്ത് നിർത്തുന്നേ ഉള്ളൂ. എന്തെങ്കിലും ഒരു മോശം അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും? ഇതുവരെ ഇല്ല. ആ കമന്റ് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ വെളിയിലെ ആൾക്കാരാണ് അത് ചെയ്തേക്കുന്നത്. ഇപ്പൊ കമന്റ്സ് നോക്കാറുണ്ടോ? ഇല്ല, കമന്റ്സ് ഇപ്പൊ നോക്കാറില്ല. ഒരു പക്ഷെ മമ്മൂട്ടി ഡേറ്റ് തന്നിരുന്നെങ്കിൽ ഇതിപ്പോ ഭയങ്കര കുറച്ചുകൂടി ഹിറ്റ് ആവും, അങ്ങനത്തെ ഒരു തോട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ?
ഇല്ല, മമ്മൂക്ക ഹിറ്റ് അതിനേക്കാളും ഉപരി എന്ന് പറഞ്ഞാൽ നമുക്ക് കഥയുടെ പശ്ചാത്തലമായിരുന്നു. കാരണം നമ്മൾ ഏറ്റവും ഫൈനലായിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ആദ്യം പറഞ്ഞിട്ട് തന്നെ 30 വയസ്സ് തൊട്ട് 45 വയസ്സ് വരെ ഒരു കാലഘട്ടമാണ് നമ്മൾ ഇതിനകത്ത് ചിത്രീകരിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും യോജിച്ച ഒരാൾ സിജു വിൽസൺ ആണ് എന്ന് നമുക്ക് തോന്നി. അപ്പോൾ അതിലോട്ടെത്തിയതാണ്.